റിലേഷൻഷിപ്പ് ഇഷ്യൂവിലാണ് അതായത് കൂടുതൽ കാണപ്പെടുന്നത്. അതായത് നമുക്ക് ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഈ സംഗതി ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റം വരുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുകളിലും സ്വാഭാവികമായിട്ട് മാറ്റം വരും. അപ്പോൾ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ എങ്ങനെയാണ് മെന്റൽ ബ്ലോക്സ് റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലോക്സ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനുള്ള ടെക്നിക്കലായിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ മറുപടി വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തരാം. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇമോഷണൽ ഡാറ്റ നമ്മൾ പുറത്തുനിന്ന് അബ്സോർബ് ചെയ്യും. വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയും നമ്മുടെ കണ്ണുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കാതുകളിലൂടെ പല മേഖലകളിലൂടെയും നമ്മൾ ഇമോഷണൽ ഡാറ്റ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ ശരീരത്തിന് ആവശ്യമല്ലാത്ത ഈ ഡാറ്റ സ്വാഭാവികമായിട്ട് പുറത്തേക്ക് പോകണം, അതായത് എലിമിനേറ്റ് ചെയ്യണം. ഈ നമ്മുടെ ശരീരത്തിന് മെയിൻ ആയിട്ടുള്ള രണ്ട് പ്രോസസ്സാണ് അസിമിലേഷൻ, പിന്നെ അതുകൂടാതെ എലിമിനേഷൻ. അപ്പോൾ ഈ അസിമിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഇങ്ങനെയുള്ള ഡാറ്റാസ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. സ്റ്റോർ ചെയ്ത ഡാറ്റ നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇമോഷൻ അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ മറ്റുള്ള അസുഖം അല്ലെങ്കിൽ ഹെൽത്ത്, ഇതിനെ ബാധിക്കുന്ന ഒരുപാട് മോശമായിട്ടുള്ള ഡാറ്റ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ശരീരം എന്ന് വെച്ചാൽ മനസ്സ്. ഈ ഒരു ഡാറ്റ, ആവശ്യമില്ലാത്ത ഡാറ്റ നമ്മൾ പല കാരണങ്ങളാൽ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി റൂട്ടീൻ വഴി നമ്മൾ ഈ സാധനം റിമൂവ് ചെയ്യാതെ ശരീരത്തിൽ തന്നെ അല്ലെങ്കിൽ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ടാവും. ഈ സംഗതി നമ്മുടെ എല്ലാ സംഗതികളെയും, അതായത് നമുക്ക് ആവശ്യമുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ നല്ല ഒരു ലൈഫ് അല്ലെങ്കിൽ നല്ല ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഡാറ്റ ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ഡാറ്റ നമ്മൾ ഹിപ്നോസിസ് വഴി അല്ലെങ്കിൽ പല ആക്സസ് ബാസിന്റെ ടൂൾസ് വഴി നമ്മൾ റിമൂവ് ചെയ്യും. മെയിൻലി ആക്സസ് ബാസ് നമ്മൾ ആണ് ഈ ഒരു സംഗതി, ഈ ഒരു ഇമോഷണൽ ബ്ലോക്കിന് നമ്മൾ മെയിൻ ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത് ഫിസിക്കലി ഉണ്ടെങ്കിൽ നമ്മൾ തലയിൽ നമ്മളെ ഹെഡിൽ ഉള്ള 32 പോയിന്റ്സ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ടച്ച് വഴി ഏകദേശം ഒരു 60 to 90 മിനിറ്റ്സ് നമ്മൾ ടച്ച് ചെയ്ത് അതിനെ ആവശ്യമില്ലാത്ത ആ ഒരു ഡാറ്റ, നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഡാറ്റ അതിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ റിമൂവ് ചെയ്യും, അതായത് റീസൈക്കിൾ ചെയ്യും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ആക്സസ് ബാസിന് നമ്മൾ ചെയ്യുന്നത്. ടച്ച് കൂടാതെ തന്നെ അല്ലെങ്കിൽ അഫർമേഷൻ ടൂൾസ് അല്ലെങ്കിൽ ഹിപ്നോസിസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ടൂൾസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഒരു പർട്ടിക്കുലർ സംഗതിയോട് ഉള്ള ഒരു സമീപനം, ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഇറ്റ് വിൽ കീപ് റിപ്പീറ്റിംഗ് ഇൻ എ ഡെയിലി ബേസിസ്. അപ്പൊ നമ്മൾ ഈ ഒരു സംഗതി മൊത്തമായിട്ട് റീസൈക്കിൾ ചെയ്ത് മൊത്തമായിട്ട് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിലേക്ക്, അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകം ഉൾക്കൊണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വീണ്ടും അവരെ വരുത്തുന്നതാണ് ഈ ഒരു ആക്സസ് ബാസിന്റെ രീതി. അപ്പൊ ഞാൻ പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു രീതിയാണ്. അവർക്കും നമുക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഈ ഒരു രീതിയിൽ പറയുന്നത്. അപ്പൊ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരുപാട് ടൂൾസിന്റെ പേരും ഒരുപാട് കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് വളരെ ലളിതമായിട്ടുള്ള ഈ ഒരു സാധാരണ ഒരു നാടൻ ഭാഷയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ ബ്ലോക്സ് ഉണ്ടാവുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂവിലാണ് അതായത് കൂടുതൽ കാണപ്പെടുന്നത്. അതായത് നമുക്ക് ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കുറച്ച് കാര്യങ്ങൾ, ഹാബിറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ സ്ഥിരമായി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇവരുടെ കുറച്ച് ഹാബിറ്റ്സോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അവരെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഇഷ്യൂസ് ആണ് കൂടുതൽ എനിക്ക് വരാറുള്ളത്. അപ്പൊ അവരിൽ നമ്മൾ വിചാരിക്കും ശരിക്കും ഓപ്പോസിറ്റുള്ള ആൾക്കാരെയാണ്, അതായത് നമ്മളുടെ മുന്നിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, അവരുടെ കുഴപ്പമാണെന്ന് എന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ പുറത്തുള്ള ആൾ ചിന്തിക്കുക. പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാർ, അത് നമുക്ക് പ്രശ്നമുണ്ട്, അവരുമായിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്, അത് അവരുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം നമുക്ക് വളരെ ദോഷപരമായി ബാധിക്കുന്നു എന്നുള്ള ആൾക്കാരുടെ മെന്റാലിറ്റിയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ അത് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അത് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ് ആണ് നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മളിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് ലാഘവത്തോടുകൂടി എടുക്കാനും അത് നമ്മളിലേക്ക് ഡാറ്റയായിട്ട് കീപ്പ് ചെയ്യാതെ നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് അപ്പൊ അത് നമ്മൾ ഡെയിലി ബേസിൽ അല്ലെങ്കിൽ നമ്മുടെ റൂട്ടീൻ ബേസിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളിൽ ഒരു കാരണവശാലും ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഇതുപോലെ തോട്ട്സ്
അല്ലെങ്കിൽ ഇതുപോലുള്ള ഇമോഷണൽ ബ്ലോക്കേജ് നമുക്ക് ശരീരത്തിനും നമ്മുടെ മനസ്സിനും ആവശ്യമില്ലാത്ത ഒരു സംഗതിയും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല. ഈ സംഗതി ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള നമുക്ക് ഡെയിലി ബേസിസിലും നമ്മളെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങൾ എല്ലാ രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഡെയിലി സൈക്കിൾസ് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പം ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദോഷകരമായി ബാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. ഈ ഡെയിലി സൈക്കിൾസ് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള ചില ടൂൾസ്, ചില അഫർമേഷൻ നമ്മൾ ഫിസിക്കലിയും കൊടുക്കും നമ്മുടെ ട്രീറ്റ്മെന്റ്. അതുകൂടാതെ നമുക്ക് നമ്മൾ വീഡിയോ കോൾ വഴി ആണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള ഹിപ്നോസിസ് വഴിയും അല്ലെങ്കിൽ ആക്സസ് ബാസിന് ചില ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുത്തുകൊണ്ട് അവരെ മൊത്തമായിട്ട് അവരുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ 99% എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് മൊത്തമായിട്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലും സ്വാഭാവികമായിട്ട് മാറ്റം വരും. അതാണ് അതിന്റെ ഒരു ഘടകം. അത് നമ്മളിൽ എന്ത് ഫ്രീക്വൻസിയാണുള്ളത് ആ ഒരു ഫ്രീക്വൻസിയുടെ തോത് അനുസരിച്ചിരിക്കും നമ്മളുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളെ ഓറയിൽ ഉള്ള എനർജി. അപ്പോൾ ആ ഒരു എനർജി എത്രത്തോളം നല്ലതാണോ ഓർഗാനിക് ആണോ ഉള്ളത്, ആ ഓർഗാനിക് ആയിട്ടുള്ള എനർജി ആണെങ്കിൽ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാടും വന്നു ചേരും. സംബന്ധിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസോ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, മണി ഇഷ്യൂ, ഹെൽത്ത് ഇഷ്യൂസ് സംബന്ധിച്ചിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഇഷ്യൂസ് ഇതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.